നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിച്ചാലുള്ള ജോലി അവസരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. പലരും പലപ്പോഴും ചിന്തിക്കുന്നത് ഒന്നും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഭാഷയും സാഹിത്യമൊക്കെ പഠിക്കുന്നത് എന്നൊരു ധാരണ പൊതുവെ പലരും വെച്ച് പുലർത്താറുണ്ട്. പക്ഷേ ഭാഷയും സാഹിത്യവും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ചാൽ നിരവധി ജോലി അവസരങ്ങളുണ്ട്. പക്ഷേ ദീർഘകാലം ക്ഷമയോടുകൂടി പഠിക്കണം, എങ്കിൽ മാത്രമേ ആ രംഗത്തൊരു ജോലി നമുക്ക് കിട്ടുകയുള്ളൂ. നല്ല അഭിരുചിയും കഴിവുമുള്ള കുട്ടികൾ ഏത് വിഷയം പഠിക്കാൻ പോയാലും രക്ഷപ്പെടും. പക്ഷേ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അടുത്ത നാളിൽ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള കോഴ്സ് എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസൊക്കെയാണ്. അപ്പോൾ ഒരു ഒരാളെന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഈ പൊളിറ്റിക്കൽ സയൻസൊക്കെ നമ്മൾ പൊതുവേ മലയാളികൾ എപ്പോഴും സയൻസ് വിഷയങ്ങളോടൊക്കെയാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലത്തൊക്കെ ആർട്സ് സബ്ജക്റ്റുകൾക്കാണ് കൂടുതൽ, ഡിഗ്രിക്കൊക്കെ കൂടുതൽ സീറ്റിന് ആവശ്യക്കാരുള്ളത്. പലരും ഈ സിവിൽ സർവീസൊക്കെ ലക്ഷ്യം വെച്ച് വരുന്ന കുട്ടികളാകാം. ഈ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഇന്ത്യയിൽ 25-ലേറെ ശ്രേഷ്ഠ സ്ഥാപനങ്ങളുണ്ട് ഗവേഷണം നടത്താൻ. അതുപോലെ സോഷ്യോളജിയും ഒക്കെ ഉണ്ട്. സോഷ്യോളജിയിലും ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ റിസർച്ചിൻ്റെ ഒക്കെ കീഴിൽ നിരവധി ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം ഓരോ കടമ്പകളാണ്. ഇപ്പം എൻട്രൻസ് കടമ്പകളൊക്കെ ഉണ്ട് ഓരോ കോഴ്സ് പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ സോഷ്യൽ വർക്ക് നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. പക്ഷേ അത് ഇഷ്ടത്തോടു കൂടി പഠിക്കുകയും ആൾക്കാരോടൊക്കെ നന്നായിട്ട് ഇടപഴകുകയും സാമൂഹ്യ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് വേണം കുട്ടികൾക്ക്. ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സോഷ്യൽ വർക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഒന്നാണ്. പക്ഷേ അവിടെ ക്യുവറ്റ് UG എഴുതിയാലേ ഉള്ളൂ BSW അഡ്മിഷനുള്ളൂ. ക്യുവറ്റ് PG MSW അങ്ങനെയൊക്കെ അത്ര എളുപ്പമല്ല അവിടെ നിന്ന് എത്തിപ്പെടാൻ. പക്ഷേ നന്നായി പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഇതിനോട് ഇഷ്ടമുള്ള കുട്ടികൾ ഈ രംഗത്തൊക്കെ എത്തിപ്പെട്ടാൽ വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറുമായ സമൂഹത്തിന് ഗുണമുണ്ട്. നല്ല ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഉള്ളൂ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ശശി തരൂരിനെയൊക്കെ മലയാളികൾ ഏറെ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. അദ്ദേഹം UN-ലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം പഠിച്ച വിഷയം എന്ന് പറയുന്നത് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിൽ BA ഹിസ്റ്ററിയാണ്. ഇപ്പോൾ ഇന്ത്യ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ S. രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അദ്ദേഹം ഒരു ഫിലോസഫി പഠിച്ച ആളാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ വിഷയങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെട്ട് പഠിച്ചു, അതുകൊണ്ട് ആ രംഗത്ത് എത്രമാത്രം ഉയരങ്ങളിലെത്തി. ഇപ്പോൾ ഈ ആർട്സ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾ ആദ്യമേ ഞാൻ പറഞ്ഞത് ആ രംഗത്തൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ദീർഘകാലം പഠിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുണ്ടായിരിക്കണം. പിന്നെ ലോകത്തെക്കുറിച്ചൊരു വീക്ഷണം വേണം. നല്ല ജനറൽ നോളജൊക്കെയുള്ള കുട്ടികളാണ് ആർട്സ് സബ്ജക്റ്റൊക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഇപ്പം ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ഗവൺമെൻറ് സർവീസ്, ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഗവൺമെൻറ് സർവീസിലെ പല ജോലികൾക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അതിപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തിപ്പെടാനും അറിയാമല്ലോ, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അപ്പം അങ്ങനെ കുറേ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവർ ആർക്കിയോളജിയൊക്കെ പഠിച്ചാൽ, നല്ല സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചാൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടാൻ, ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് അവിടെയൊക്കെ ജോലി കിട്ടാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഈ ആർട്സ് സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴിയൊന്നും ജോലി കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടിക്ക് ഈ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോഴും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഇത് കഴിഞ്ഞ് അധ്യാപനമാണോ ഗവേഷണമാണോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വഴിയെന്ന് കുട്ടികൾക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് MAയും ഡിഗ്രി ലെവലിലൊക്കെ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ പഠിച്ചവർക്ക് ട്രാൻസ്ലേറ്റർമാരായിട്ട് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിരവധി ജോലി അവസരങ്ങളുണ്ട്. അപ്പോൾ ഭാഷയിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള കുട്ടികൾക്ക്, പക്ഷേ ഈ ജോലികൾ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ജോലിയുണ്ട്, നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുമ്പോൾ അറിയത്തില്ല. നമ്മൾ കൃത്യമായി തൊഴിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചാൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷനൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആർട്സ് സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താണ് തൻ്റെ വഴി എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ സയൻസിൻ്റെ അത്ര ഒരു ഫിസിക്സ്, കെമിസ്ട്രി, MSc ഒക്കെ പഠിക്കുന്ന അത്ര ഒരു ജോലി സാധ്യത ചിലപ്പം ഇതിൽ ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ അവസരങ്ങളുണ്ട്. അത്
ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തണം. പിന്നെ നല്ല നല്ല സ്ഥാപനങ്ങളിൽ, ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഒരു ഏറ്റവും പേരുകേട്ട സ്ഥാപനങ്ങളിലൊക്കെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. PG ലെവലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ ഡിഗ്രിയൊക്കെ നാട്ടിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ബോംബെയിലൊരു സ്ഥാപനമുണ്ട്. അതിൽ MA ഉണ്ട്. അവിടെ നമുക്ക് 8,000 രൂപ സ്റ്റൈഫൻഡോടുകൂടി പോപ്പുലേഷൻ സ്റ്റഡീസ് പഠിക്കാൻ സാധിക്കും. അത് പഠിച്ചവരൊക്കെ നല്ല രീതിയിലൊക്കെ നല്ല രംഗത്ത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഗവേഷണം ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഈ കോഴ്സുകളൊക്കെ പഠിക്കുമ്പം ഈ രംഗത്ത് ജോലി കിട്ടണമെങ്കിൽ, നിങ്ങൾ ഏത് രംഗത്താണ്, ആർട്ട്, പൊളിറ്റിക്കൽ സയൻസ് രംഗത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ തന്നെ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ദീർഘകാലം പഠിക്കണം, ഗവേഷണം അങ്ങനെയൊക്കെ ചെയ്യണം. കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും നല്ല അവസരങ്ങളുണ്ട്. ചില കുട്ടികളൊക്കെ ഈ ഭാഷയിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹത്തിന് ഒത്തിരി സംഭാവനകൾ നൽകുന്നവരായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ അങ്ങനെയുള്ള കഴിവുകളുള്ള കുട്ടികളെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും ഇപ്പോൾ സയൻസ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതേ രീതിയിൽ കഴിവുള്ള കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നല്ല സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുക. താങ്ക് യു.